ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസേഴ്സ് വ്ളോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നൊരിടം വരെ പോകാനുണ്ട്. അപ്പോൾ ഉമ്മായും അപ്പുമൊക്കെ വന്നിട്ടുണ്ട്, ഷൈബായും ഉണ്ട്, ഇക്കായും പിള്ളേരും ഞാനും ഒക്കെ ആയിട്ട് ഒരു പാല് കാച്ചുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവാണ്. പാല് കാച്ച് ഇന്നലെ പൊന്നുവിൻ്റെ കട ഉദ്ഘാടനം ആയതുകൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. രണ്ടും വൈകിട്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നു. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഫ്രീ ആവാത്തത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാറിൻ്റെ അകത്ത് കഷ്ടപ്പെട്ടിരുന്ന വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയെന്നുണ്ടെങ്കിലും എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ട് അത്ര നന്നായിട്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പാലാഴ്ച എവിടെയാണെന്ന് ചോദിച്ചാൽ കൈതോടാണ് കേട്ടോ. എൻ്റെ വലിയാപ്പാടെ മോളെ വീടാണേ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. വന്നിട്ട് അപ്പൂന് കടയിലൊക്കെ പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നേരത്തെ ഇറങ്ങിയതാണേ. അപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല വീടാട്ടോ. ഞാൻ അകത്ത് കയറിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ സംസാരത്തിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആളുണ്ടായിരുന്നില്ല. അതായത് ഇവരെൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിലാണ് കേട്ടോ അവരുണ്ടായിരുന്നത്. എൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ടൈലിൻ്റെ എന്തോ ബാക്കിയുണ്ട്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് ഞാനും ഈ കായും കൂടി വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തേക്കുന്നൊരു വീടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുറ്റവും കാര്യങ്ങളൊക്കെ ഇൻ്റർലോക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി പണിയൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ? കതവ് ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ എനിക്ക് വെക്കാക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ വല്യമ്മയൊക്കെ വന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് തന്നെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന്, അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ ഷൈബായും ഇക്കായും കൂടി നടന്നും ബാക്കിയുള്ളൊരു വണ്ടിയിലോട്ടോ അങ്ങനെ പോയേ. കാരണം ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. ജസ്റ്റ് ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. അത് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ശബ്ദവും കാര്യങ്ങളും ആയതുകൊണ്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ അതേ വന്നു, നല്ല ബറോട്ടയും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. മസാല നല്ല ടേസ്റ്റായിരുന്നു. അപ്പൂ, പൊന്നു, ഞാൻ, നമുക്ക് 3 പേർക്കും ബീഫ് പറ്റൂല കേട്ടോ. ഞാൻ പിന്നും കുറച്ച് ചാറും 1-2 പീസൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് ഒട്ടും പറ്റത്തില്ലേ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വലിയ വീടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് മുറ്റമൊക്കെ നല്ല സെറ്റാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ലോൺ എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം കേട്ടോ. അപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇക്കായെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയതിന് ശേഷം എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. ഞാൻ പറയാവേ. എന്നിട്ട് പിള്ളേരെ വീട്ടിലാക്കാനും ഉണ്ട്. അതായത് മഴ അടുത്തോട്ടാണ് ഇനി പോകുന്നത്. അപ്പം അമ്മച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. മില്ലിൽ പോയി അമ്മച്ചി എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവർക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ പോയി. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിള്ളേഴ്സിനെ ഇവിടെ ആക്കിയിട്ട് അപ്പു കടയിൽ പോയി ഇറങ്ങിയപ്പോൾ അപ്പൂൻ്റെ കൂടെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ കസിൻസ് പിള്ളേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് കാപ്പിൽ വരെ ബീച്ചില്ലേ അവിടം വരെ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിയുടെ മക്കളൊക്കെ വന്ന് അവരവിടെ ഇങ്ങനെ കല്ലമ്പലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സ്കൂട്ടിയിലായിട്ട് നമ്മൾ 4 പേര് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഹെൽമറ്റും കൂടെ എടുത്തിട്ട് പൊന്നൂൻ്റെ കടയുടെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞവർ. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ആയി ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ നമുക്ക് ഒരു ടൂറെന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ. നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പട്ടിയുടെ കുരയിൽ നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്മയുടെ വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ അതിങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് നമ്മുടെ പൊന്നൂൻ്റെ കട, ഫിൽഫിൽ കഫേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവരൊക്കെ നേരത്തെ വന്ന് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ സമയം താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ദേ ഇവിടെ കണ്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽമറ്റ് ഒന്നും കൂടി ഊരിയൊക്കെ ആൾ വെക്കുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടിയിൽ ഷൈബായി കൂടി ഞാൻ വിളിച്ചതാണ് കേട്ടോ, അപ്പൂൻ്റെ വൈഫിനെ. അവളെയും ഞാനും കൂടി സ്കൂട്ടിയിൽ പോവാം. പൊന്നു ഫ്രീ ആയിരുന്നെങ്കിൽ പൊന്നും നിച്ചും കൂടെ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ സമയത്തൊന്നും നടന്നില്ല. നമ്മൾ 4 പേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ചടയമംഗലമാണ് കേട്ടോ, അവിടെ നിന്നാണ് വന്നത്. കുഞ്ഞുവാവയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കാരണം അവൻ ചിലപ്പോൾ കരയോ എന്നൊക്കെ വിചാരിച്ചിട്ട്
അവനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ വാവയാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പോവാം. ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ കാപ്പിൽ. പക്ഷേ ഞാൻ ആകെപ്പാടെ ഒറ്റ തവണ മാത്രമേ കാപ്പിൽ പോയിട്ടുള്ളൂ. അവിടെ ആയിട്ട് ബീച്ചിലായിട്ട് പോയിട്ടുള്ളൂ. സാധാരണ നമ്മൾ വർക്കല വരെ പോയിട്ട് തിരിച്ചു വരാണ് കേട്ടോ ചെയ്യുന്നത്. കാപ്പിൽ ബീച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടത്, റൂട്ട് കാര്യങ്ങളൊന്നും അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. പോയ വഴിക്ക് 1-2 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചും പറഞ്ഞൊക്കെ തന്നെയാണ് കേട്ടോ പോയത്. വർക്കലയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോകുമ്പോൾ അറിയാമല്ലോ, വർക്കല വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണെന്ന് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ഇത്തായും പണ്ട് മുതലേ നല്ല കൂട്ടാണ്. അതായത് ഞാൻ കുഞ്ഞിലേ മുതലേ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ വല്യമ്മയുടെ വീട്ടിലായിരുന്നു നിന്ന്. അന്ന് മുതലേ നമ്മൾ നല്ല കമ്പനിയാണ്. ഇപ്പോഴും അൽഹംദുലില്ലാ അത് തുടരുന്നുണ്ട്. അതായത് നമുക്ക് എന്തും പറയാൻ പറ്റുന്നൊരു ഇതെന്നൊക്കെ പറയില്ലേ, സിസ്റ്റേഴ്സ് എന്നുള്ളതിനുപരി ഫ്രണ്ട്സിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെയാണ് ഇപ്പോൾ ഇത്താടെ മോനും എൻ്റെ മോനും. ഏതാണ്ട് നമ്മളെപ്പോലെ നല്ല അടുപ്പമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക്, കുറേയല്ല, ഒരു 2016 തോന്നുന്നു, ബോംബെയിൽ പോകുന്ന സമയത്താണ് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ട്രെയിൻ കയറി പോകുന്നത് കേട്ടോ. 2016 എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ട്രെയിനിലെ ലോങ് ട്രിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ഒത്തിരി ബൈക്കുകളും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്നത്. മുമ്പൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ ഇവിടെ പുന്നമ്മൂട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ വന്നായിരുന്നു കേട്ടോ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ കുറേ ആയി, സത്യം പറഞ്ഞപ്പോൾ കുറേ ആയി ഈ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട്. എനിക്ക് അറിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാപ്പിൽ ഒരു തവണ പോയിട്ടുള്ളൂ എന്ന്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുമല്ലോ, ആ ഒരു സംഭവം അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നതാണ്. ഏതാണ്ട് 11 വർഷമാവുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടം തൊട്ടിട്ട് അങ്ങോട്ടേക്ക് കടലും കായലും നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. റോഡ്, ആദ്യത്തെ റോഡ്, 2 സൈഡ് കടലും കായലും കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളെപ്പോഴും ദൂരമുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും പോകണം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് ഊട്ടി പോകാം, കൊടൈക്കനാൽ പോകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമല്ലേ. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് മാറ്റില്ല എന്ന് പറയത്തില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളാണ്. പിന്നെ വെള്ളം പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ, എൻ്റെ ഉമ്മയൊക്കെ പോലെ. ഉമ്മച്ചിക്കൊക്കെ കടലും കായലും ഒക്കെ പേടിയാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊന്നും തിരഞ്ഞെടുക്കണ്ട. കാരണം അത്യാവശ്യം ഫുള്ള് വെള്ളമാണ്, കായലും കടലും ഒക്കെ ആയിട്ട്. കണ്ടോ, നമ്മൾ പോകുന്ന ആ ഒരു പാലം തന്നെ നമ്മൾ കായലിൽ കൂടെയാണ് പോകുന്നത്, മധ്യത്തൂടെയാണ് പോകുന്നത്. ഇവിടെയും 2 സൈഡും കായലും, കുറച്ച് അപ്പുറത്തോട്ട് മാറി കടലും കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്, കടലും കായലും കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. മാഷാ അല്ലാ, നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ വന്ന സമയത്ത് ഇച്ചിരി വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിൽ സമയത്തൊക്കെ ഇവിടെ വന്നാൽ നല്ല പോലെ നമ്മൾ ടാൻ അടിച്ച് കരിഞ്ഞ് തലവേദന എടുത്തൊക്കെ പോവേണ്ടി വരും. കുറച്ചൊന്ന് വെയിലൊക്കെ താന്നിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു സ്ഥലം. ഞാൻ ബീച്ചല്ലാന്ന് നേരത്തെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, പാറ കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് അടുക്കിയേക്കുവാണ്. ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത്യാവശ്യം നല്ല പോലെ തിരയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇത് എനിക്കറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും 2 പോലീസുകാർ വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന പോലെ പറഞ്ഞു തന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കുറച്ച് പാറയൊന്ന് മാറിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് അമ്മമാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടിയും ഒട്ടും ഇഷ്ടമില്ലാതെയും തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കുളിക്കാൻ വേണ്ടിയിട്ട് അവർ കായലിലാണെങ്കിലും കടലിലാണെങ്കിലും വിട്ടിട്ട് അമ്മമാർ മാറിയിരുന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻ കേസ് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പെട്ടെന്ന് നമുക്കൊന്ന് കയ്യിൽ പിടിച്ചെടുക്കണം എന്ന് വെച്ചാൽ പോലും പറ്റില്ല. കാരണം അവർ പാറയിൽ മാറിയിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഇതിൽ കിടന്നിട്ട് കുളിക്കുകയും ചാടുകയും മറിയും ഒക്കെ ചെയ്യുവാണ് കേട്ടോ. കാണുമ്പോൾ നല്ല നിരന്ന് കിടക്കുന്നതാണ് കായലെന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റത്തില്ല, എന്താണ് മണൽ
കടലല്ലേ, കാല് കുഴിഞ്ഞു പോവോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ട് കടൽ കാണിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അമ്മച്ചിയെ പോലെ തന്നെ എനിക്കും പേടിയുണ്ട് ചെറുതായിട്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നതും വെള്ളത്തിൽ ഇറങ്ങുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല കേട്ടോ. ദൂരെ നിന്ന് കണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പാറകൾ ഇട്ടിരിക്കുന്നത് തന്നെ നമ്മൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ അധികമായിട്ട് അവരിങ്ങനെ വെള്ളത്തിൽ ഇറക്കുന്നതൊക്കെ കണ്ടപ്പോൾ പോലീസ് വന്നിട്ട്, ഗാർഡാണോ പോലീസ് തന്നെയായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ, വന്നിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കുറേ അപകടങ്ങൾ നടന്നിട്ടുണ്ട്, ഇതൊരിക്കലും ബീച്ചല്ല, ബീച്ചിന് വേണ്ടിയിട്ടാണ് വർക്കലയും പാവനാശവും ഒക്കെ നിങ്ങൾക്ക് ഉള്ളത്, ഇത് ഇറങ്ങി കുളിക്കാനോ ഒന്നിനും പറ്റുന്ന സ്ഥലങ്ങളല്ല എന്നുള്ളത്. കാരണം അത്രയും ശക്തമായിട്ടാണ് അവിടെ തിര വരുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞു പോർഷനിൽ എനിക്ക് തോന്നും പാറ മാറിക്കിടക്കുന്നതോ മറ്റോ ആയിരിക്കാം കേട്ടോ. അവിടെ ഇറങ്ങി അത്ര പോർഷനിൽ മാറിക്കിടന്നപ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഏതാണ്ട് 27 പേരോളം അവിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് ആൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ കണ്ട് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ പാലത്തിലൂടെ കയറി അപ്പുറ സൈഡ് ഇറങ്ങിയാൽ ബോട്ടിങ്ങിലൊക്കെ പോവാം. പിന്നെ ഈ ഒരു ഏരിയ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, കാസറ്റിൽ അതായത് വെഡ്ഡിങ് ഷൂട്ട് നടന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴൊക്കെ എനിക്ക് ആ കാര്യങ്ങളും അന്ന് ആ വെഡ്ഡിങ് ഷൂട്ടിൽ ഉണ്ടായിരുന്ന പാട്ടും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുമായിരുന്നേ. നല്ല രസമുള്ള സ്ഥലമാണ്. ഞാനും ഇക്കായും കൂടി തകർത്ത് അഭിനയിച്ച സ്ഥലം കൂടിയാണ് കേട്ടോ. കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ വഴിയും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ ഒരു കല്ലിലൊക്കെ കയറി ഇരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന പോലെയോ ഒന്നും അല്ല. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവരത്രയും കെയർഫുള്ളായിട്ട് നോക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു ഏരിയ നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന സമയത്ത് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നേ. ഷൈബായും ഒക്കെ ഇവിടെയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കണ്ടോ, വെള്ളം ഭയങ്കര താന്നാട്ടോ കിടക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഇറങ്ങാൻ പറ്റും, നിൽക്കാൻ പറ്റും എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഉറപ്പായിട്ടുണ്ടാവില്ലേ. കാലിങ്ങനെ ചവിട്ടിയാൽ താന്നു പോകുന്ന മാതിരിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ കുറേ പിള്ളേർ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ബോളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു മുട്ടിൻ്റെ കുറച്ച് വരെയൊക്കെ വെള്ളമുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഏരിയ മാത്രമായിരിക്കും. പിന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന കണ്ടിട്ടായിരിക്കും ഇവിടെ വരുന്ന ആൾക്കാരും ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കളിക്കാനൊക്കെ വിടുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാട്ടോ. എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ദിവസവും ഓരോ കഥകളാണല്ലോ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ നേരം ഇവിടെ വട്ടം കറങ്ങിയൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. റീൽസ് എടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തി. പിന്നെ കുറേ ആയി കേട്ടോ നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ടൊന്ന് വന്നിട്ട്. സാധാരണ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കണ്ട് മിണ്ടി പോകുന്നതല്ലാണ്ട് കല്യാണത്തിന് ശേഷം കുറേ ആയി ഇതേപോലെയൊക്കെയുള്ള ട്രിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് മീ ടൈം എന്ന് പറയാമല്ലേ, അതുപോലെയൊക്കെ കിട്ടിയിട്ട്. നമ്മൾ എല്ലാവരും നല്ല ബോണ്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കല്യാണത്തിന് മുന്നേ ഞാനാണെങ്കിലും മാളൂസാണെങ്കിലും നിച്ചു ആണെങ്കിലും ഒക്കെ നല്ല എന്താ പറയുക, വെക്കേഷനൊക്കെ വീടുകളിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ. നമ്മൾ ഏതാണ്ട് എല്ലാവരും 2 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണേ. പക്ഷേ നല്ല കൂട്ടായിരുന്നു. കൂടുതലും ഞാൻ ഇത്താടെ അവിടെയും മാളൂസിൻ്റെ വീട്ടിലൊക്കെയാണ് വെക്കേഷന് നിൽക്കുക. അപ്പോൾ അത്രയും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം എല്ലാവരും അവരുടേതായ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല വഴിക്കായി. ഒത്തിരിയായി നമ്മൾ ഇതുപോലെയൊക്കെ വന്നിട്ടും അല്ലെങ്കിൽ എന്താണ് വീടുകളിൽ പോയി നിൽക്കാറേ ഇല്ല. പരസ്പരം വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ഫങ്ഷൻസിന് മാത്രമാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ വെള്ളത്തിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ കിടക്കുന്നത്. അത് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണേ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വാനിലയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ പിസ്ത മതി എന്ന് പറഞ്ഞു. നിച്ചുവിന് മാത്രം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാനില വാങ്ങിക്കാമെന്ന്. പിന്നീട് അവരൊക്കെ പിസ്ത വാങ്ങിക്കുന്നുണ്ടപ്പോൾ ഞാനും ആ തീരുമാനം മാറ്റി കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എന്നാലും പിസ്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ റീൽസ് എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അത് ഏതാണ്ട് അലിഞ്ഞു തീരാറായി കേട്ടോ. ബീച്ചിൽ വന്ന ഒരു ഐസ്ക്രീം മസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ വാങ്ങിക്കാം, എന്നിട്ട് എല്ലാവർക്കും കൂടെ കുടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ആദ്യം തുടങ്ങിയത്. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം എടുത്തു. പിന്നെ ഇതേപോലെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു. ആ ഒരു ഏരിയ കണ്ടോ, കുറച്ച് വെള്ളം മാത്രമായിട്ടുള്ള അവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നപ്പോഴാണ് അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപകടം പിടിച്ച സ്ഥലമാണെന്നുള്ള കാര്യം.
പിന്നെ തിരിച്ച് നമ്മൾ പോയി കുറേ നേരം തണലത്ത് ദേ ഇവിടെ വന്നിരുന്ന് എന്നിട്ട് കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറയാം, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇവിടെ വന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായേ, നെക്സ്റ്റ് ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു റീൽ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പാട്ടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചതിൻ്റെ ഇടയിൽ ഈ മധ്യത്തിരിക്കുന്ന ആൾ, അതായത് മാളൂസ് ചെറുതായിട്ട് അവിടെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു സമയത്താണ് ഇത് ഫോൺ മാറ്റിയത്. അപ്പോൾ എനിക്ക് അതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ, വീണ് കിടക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയോളൂ കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞു പേരായിരുന്നേ, ഹാൻഡ് ബാഗിലോട്ടായതാണ്. അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കുറേ എന്താ പറയുക, ഒരുപാട് രസമാണ് കേട്ടോ. കുറച്ച് സമയം നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ടെൻഷൻസും മറന്ന് കുറച്ച് സമയം കേട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ചടയമംഗലം വരെ പോകണമല്ലോ. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് എത്താനായിട്ട് പറ്റുള്ളൂ. തിരിച്ച് നടന്നപ്പോഴത്തേക്ക് ഇവിടെ പാനിപ്പൂരി കണ്ടപ്പോൾ മോനത് വേണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിനകത്തുള്ള സംഭവമൊന്നും അവൻ തിന്നത്തില്ല. ആ ഒരു ബോൾ മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. ആകെ 3-4 ബോൾ മാത്രം തന്നിട്ട് അവർ 30 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവിടെ പാനിപ്പൂരി കച്ചവടം നടത്തിയാലും അത്യാവശ്യം നല്ലപോലെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയാമായിരുന്നേ. കാരണം ആ ഒരു സംഭവങ്ങളൊക്കെ ഒഴിച്ച് തരുമ്പം 60 രൂപ എങ്ങാനും ആണെന്ന് തോന്നുന്നു റേറ്റ്, എനിക്കറിയത്തില്ല. ഇത് 2-3 തന്നിട്ട് 30 രൂപയെന്ന് പറയുകയും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങിച്ചു. കൊച്ചിൻ്റെ നിന്ന് പറ്റിച്ച് 2 എണ്ണമൊക്കെ മേടിച്ച് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോളിഫ്ലവർ ഫ്രൈയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5-5:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 2 ക്രോസ് ഉണ്ട്, ലെവൽ ക്രോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ട്രെയിൻ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വരുന്ന വഴിക്ക് പെടുകയും ചെയ്തു കേട്ടോ. നമുക്ക് പ്രശ്നമില്ല, അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇച്ചിരി രാത്രി ആയാലും പ്രോബ്ലം ഇല്ല. പക്ഷെ അവർക്ക് അത്രയും ദൂരം പോകാനുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ കണ്ടോ കടൽ ശാന്തനായി കിടക്കുന്നെങ്കിലും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഏരിയയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുൾ ഹെൽമെറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരുപാട് കരിയാതിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ മാളൂസൊക്കെ അങ്ങ് ബേക്കിൽ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിൻ പാളത്തിലൂടെയുള്ള ആ ഒരു യാത്ര കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നേരം എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് കേട്ടോ, 5-10 മിനിറ്റ് എടുത്തു എന്ന് തോന്നുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ട്രെയിനൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരെ വെച്ച് പിടിച്ചത് വീണ്ടും ഫിൽഫിൽ നമ്മുടെ കഫേ റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഷേക്കും കുടിച്ച് രാത്രിയത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലെയിൻ ഷേക്കും, ഷേക്കെന്ന് പറയുമ്പോൾ കരിക്കൻ ഷേക്കാണ് കേട്ടോ. പ്ലെയിൻ കരിക്കൻ ഷേക്കും ഗ്രേപ്പ് കരിക്കൻ ഷേക്കും വാങ്ങിച്ചു. ഞാനും നിച്ചും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു. ഒരു ഷവർമയും കഴിച്ച് പിന്നെ നമ്മളൊരു ഷവായിയും വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.